ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തന്നെ കലാശക്കൊട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. 6ാം ഘട്ടവും കഴിഞ്ഞതോടെ ഇനി അവശേഷിക്കുന്നത് 57 മണ്ഡലങ്ങളിലെ പോളിംഗ് മാത്രമാണ്. 6ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കും ആയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം 350 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ വരുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ജയറാം രമേശ് പറയുന്നത്. നേരത്തെ രാജ്യതലസ്ഥാനം നേടിയവർ കേന്ദ്രം ഭരിച്ച ചരിത്രമുണ്ട്. 2004-ലും 2009-ലും UPA സർക്കാർ, 2014-ലും 2019-ലും NDA. പൊതുവെ ഡൽഹിയിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നെങ്കിലും മുസ്ലിം ജാട്ട് ഭൂരിപക്ഷമുള്ള നോർത്ത് ഈസ്റ്റ് ഡൽഹി മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ 7-ൽ 4 സീറ്റുകൾ വരെ നേടുമെന്ന പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ഹരിയാന, അവിടെ ഭരണവിരുദ്ധ വികാരം വോട്ടുകളായി മാറും. പ്രത്യേകിച്ചും ജാട്ട് വോട്ടുകൾ, അതുപോലെ തന്നെ കർഷകരുടെ വികാരം, ഗുസ്തി താരങ്ങളുടെ സമരം, ഇതെല്ലാം തന്നെ അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് ഉണ്ട്. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യ അനുകൂല വോട്ടുകൾ അവിടെ വന്നിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ ഒരു അവകാശവാദം. ഉത്തർപ്രദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ബീഹാറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ട്. പ്രത്യേകിച്ചും BJPക്ക് അനുകൂലമായിട്ടുള്ള മണ്ഡലങ്ങൾ ആയിരുന്നു. പക്ഷേ ഒഡീഷയിൽ പഴയ നില മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിൽ BJPയുടെ പ്രതീക്ഷ.